ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു കുഞ്ഞൻ ഉഴുന്നുവട റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്ന് 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഉഴുന്ന് നല്ല പോലെ കുതിർന്ന് കിട്ടണം കേട്ടോ, അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ കഴിയൂ. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, കുറേശ്ശെ ഒന്ന് ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഉഴുന്ന് ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായി തോന്നിയപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് എത്ര കൂടുതൽ സമയം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ഉഴുന്നുവട. ഇപ്പോഴത്തെ ഞാൻ ഈ ഒരു മാവ് 5 മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുമാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. എന്നാൽ ഓവർ വെള്ളം പോലെ ലൂസ് ആവരുത്, ഓവർ കട്ടിയും ആവരുത്. ഈ ഒരു ഉഴുന്നുവടയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഇഡ്ലി മാവ് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള ഇഡ്ലി മാവാണ്. എന്നിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉഴുന്നുവടയ്ക്ക് നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഓവർ ടൈറ്റ് ഇല്ലാതെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയായി കിട്ടേണ്ടത്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ട് കുഞ്ഞൻ ഉഴുന്നുവടയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. മാവ് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ കണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉഴുന്നുവടയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറമേയൊക്കെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളൊന്നും നന്നായിട്ട് കുക്കായി കിട്ടില്ല. ഇപ്പോഴത്തെ ഉഴുന്നുവട നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായ സ്പെഷ്യൽ കുഞ്ഞൻ ഉഴുന്നുവട റെഡി. നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു രീതിയിൽ ഉഴുന്നുവട ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒരു സ്പെഷ്യൽ ടേസ്റ്റും തോന്നിയിട്ടോ. എനിക്ക് തേങ്ങാ ചട്നിക്കൊപ്പം ഈ ഒരു ഉഴുന്നുവട കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ റോബസ്റ്റ പഴത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ കുഞ്ഞൻ ഉഴുന്നുവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.